പുതിയ മോഡലാണോ? അവഞ്ചർ ഇത് 2025 വണ്ടിയാണ്. ഏകദേശം 1000 കിലോമീറ്റർ പോലും ആയിട്ടില്ല. വെറും പുതുപുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുള്ളൂ. ഏകദേശം R15 ആണ്. യമഹയുടെ R15 2021 വണ്ടിയാണ്. 2021 ഈ യമഹയുടെ R15 ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപയ്ക്ക് നമുക്കിപ്പോ ഇറക്കാൻ പറ്റും. വണ്ടിയുടെ R15 ആണ്. വണ്ടിയുടെ നമ്പറും R15 തന്നെയാണ്. വണ്ടിയുടെ നമ്പർ അങ്ങനെ ഒരു ഫാൻസി നമ്പറാണ്. അപ്പൊ വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. വണ്ടി നല്ല കുറിച്ച് പറഞ്ഞില്ലേ ഓഫീസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ ഈ വണ്ടി വാങ്ങുമ്പോൾ നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്നതും അതേപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും ഫൈനോ ചെല്ലാനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഇല്ലായ്ക അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ വണ്ടിയെ സംബന്ധിച്ച് പേപ്പർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് എല്ലാം നമ്മൾ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്നത് വരെയുള്ള ചെലവാണ്, വിലയാണ് നമ്മൾ ഇവിടെ വില പറയുന്നത്. വേറെ അഡീഷണൽ വില കാര്യങ്ങളോ ഒന്നും അഡീഷണൽ വരില്ല. വണ്ടിയുടെ വില പറയുമ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് അതെല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. നമ്മൾ പാലാരിവട്ടം കലൂര് ബൈക്കുമാട്ടിലാണ്. ഇവിടെ ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് വണ്ടിയുടെ കളക്ഷനുകൾ വന്നിട്ടുണ്ട്. സ്കൂട്ടറും ബൈക്കും ഒരുപാട് കളക്ഷനുകൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നമുക്കിനി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നാസറിക്കാനോട് ചോദിച്ചറിയാം. അപ്പൊ ലോ ബഡ്ജറ്റിൽ കുറെ വണ്ടികൾ ഇവിടെ കയറിയിട്ടുണ്ട് അല്ലേ? ലോ ബഡ്ജറ്റിൽ സ്കൂട്ടർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അതിന് ആദ്യം തന്നെ ഓരോ വണ്ടികൾ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിന്റെ വണ്ടികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. 2023 എൻഡോർക്കാണ്. ഏകദേശം നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് എൻഡോർക്ക് ഇറക്കാൻ പറ്റും. ഇതും 2023 ആണ്. നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം. വണ്ടിയുടെ വില 72,000 രൂപ. ഇത് 2024 വണ്ടിയാണ്. നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. വണ്ടി എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2024 വണ്ടിയാണ്. നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും. അതാകുമ്പോൾ ഇതും 2023 ആണ്. 72,000 രൂപയുടെ വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം നല്ല വണ്ടിയാണ്. നമുക്ക് ഈ എൻഡോർക്കുകളെല്ലാം ഏകദേശം ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. ഇതും 2023 ആണ്. 72,000 രൂപ. ഇത് 2022 ആണ്. നമുക്കൊരു 67,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. നീറ്റ് വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ ഇതും 2020 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 55 കൊടുക്കാൻ പറ്റും. 2020 വണ്ടിയാണ്. 10 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഇതിനൊക്കെ എൻഡോർക്കിനൊക്കെ ഏകദേശം ഒരു 40 വരെയാണ് മൈലേജ് കിട്ടുന്നത്. അടുത്ത് 2022 റേസ് ആണ്. ഹൈബ്രിഡ് ആണ്. വണ്ടി മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം വണ്ടിയുടെ വില വരുന്നത് 2022 ആണ്. 67,000 രൂപയാണ് വില വരുന്നത്. 67 രൂപ വില വരുമ്പോൾ ഏകദേശം നമുക്കൊരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ആവശ്യം വരും. ഡിസ്ക് ബ്രേക്ക് ആണ്. അതേപോലെ തന്നെ അടുത്ത് 2023 തന്നെ റേസ് ഉണ്ട്. അതിന്റെ ഹൈബ്രിഡ് വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. ഇതാണെങ്കിലും ടയർ കാര്യങ്ങളെല്ലാം നല്ല നീറ്റാണ്. വണ്ടി നല്ലതാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത് ഫാസിനോയാണ്. 2022 വണ്ടിയാണ്. ഏകദേശം 65,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഹൈബ്രിഡ് വണ്ടി തന്നെയാണ്. അപ്പൊ അത് പിന്നെ ഫാസിനോ കുറെ കളക്ഷൻസ് ഉണ്ട്. പുതിയ മോഡലുണ്ട്, പഴയ മോഡലുണ്ട്. അപ്പൊ ഇതാകുമ്പോൾ 2022 നമുക്കൊരു 67,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം. പിന്നെ ഹൈബ്രിഡ് ആണെങ്കിൽ 65 മൈലേജ് കിട്ടും. ഇത് സാധാ മോഡലാണ്. 2020 മോഡലാണ്. വെറും 2021 മോഡലാണ്. നമുക്ക് ഏകദേശം ഒരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. അല്ല 60,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 60,000 രൂപയ്ക്ക് 60 കൊടുക്കാം. അതെ. അത് 2017 വണ്ടിയാണ്. 2017 ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു 37,000 രൂപയ്ക്ക് നമുക്ക് ഈ ഫാസിന് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി തന്നെയാണ്. അടുത്ത് 2017 വണ്ടി തന്നെയാണ്. 37,000 കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ്. ഇതാണെങ്കിൽ 2018 വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. നല്ല വണ്ടി. ഈ വണ്ടിയാണെങ്കിലും ഏകദേശം ഒരു 42,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഇതും അതിലൊക്കെ ഒരു 15 രൂപയ്ക്ക് വേണ്ടി വരും. ഇത് 2018 മോഡൽ ഫാസിനോയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 42,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് ഏകദേശം നമുക്കൊരു 20 രൂപ ഡൗൺ പേയ്മെന്റ് ലോണിലൂടെ എടുക്കണമെങ്കിൽ 20 രൂപയൊക്കെ വേണ്ടി വരും. ഫാസിനോ ഇതാകുമ്പോൾ അപ്രിലാണ്. 10 രൂപ അടച്ചാൽ മതി. 2019 വണ്ടിയാണ്. 2019 വണ്ടിക്ക് ഓട്ടോമാറ്റിക്കലി ലോൺ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. പുതിയ മോഡലാണോ? അവഞ്ചർ ഇത് 2025 വണ്ടിയാണ്. ഏകദേശം 1000 കിലോമീറ്റർ പോലും ആയിട്ടില്ല. വെറും പുതുപുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുള്ളൂ. ഏകദേശം 1000 കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. 2025 വണ്ടിയാണ്. ഏകദേശം നമുക്ക് ഏകദേശം 1,25,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. പുതിയതിന് ഏകദേശം 1,68 വില വരുന്ന വണ്ടിയാണ്. 1,68,000 വില വരുന്ന വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 20 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഇത് ബുള്ളറ്റ് പോലെ യൂസ് ചെയ്യാം. ഹൈറ്റ് ഇച്ചിരി ഉയരം കുറഞ്ഞവർക്കാണെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. നല്ല വണ്ടി തന്നെയാണ്. പുതുപുത്തൻ വണ്ടിയാണ്. വെറും ഈ പറഞ്ഞ പോലെ തന്നെ 1000 കിലോമീറ്റർ ആകാത്ത വണ്ടിയാണ്. വണ്ടി നമുക്ക് ഏകദേശം 1,68 വരുന്ന വണ്ടി നമുക്ക് ഏകദേശം 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. ക്ലീൻ വണ്ടിയാണ്. ഏകദേശം ഒരു 20 താഴെയുള്ള ഡൗൺ പേയ്മെന്റ് മതിയാവും.
അടുത്തതാണെങ്കിൽ യമഹയുടെ FC വെർഷൻ 3 2023 വണ്ടിയാണ്. 2023 യമഹയുടെ വെർഷൻ 3 നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ വെറും 85,000 രൂപയ്ക്ക് കൊടുക്കാം, 82,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 15 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അടുത്തത് 2021 വണ്ടിയാണ്. 2020 ബ്ലൂ കളറാണ്, വെർഷൻ 3 ആണ്, FC വെർഷൻ 3 ആണ്. നല്ല വണ്ടിയാണ്, ടയറ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റാണ്, നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 2021 വണ്ടി ഏകദേശം നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്, 75,000 രൂപ. അടുത്ത് 2022 വണ്ടിയാണ്. 2022 ഫുൾ ബ്ലൂ കളറാണ്, ഗ്ലേസിംഗ് ബ്ലൂ ആണ്. നല്ല ക്ലീൻ വണ്ടിയാണ്, വണ്ടി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ല പക്കാ കണ്ടീഷൻ വണ്ടി. ഇതും നമുക്ക് 2022 വണ്ടി 75,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 10 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ 10 അടച്ചാൽ മതിയാവും, നമുക്ക് എടുക്കാൻ പറ്റും. 2022 വണ്ടിയാണ്. ഇതാണെങ്കിൽ അപ്പാച്ചെ 200, 2022 അപ്പാച്ചയുടെ 200 ആണ്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 85,000 രൂപയ്ക്ക് എടുക്കാം. 2022 വണ്ടിയാണ്, വെറും 82,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. അവിടെ MT ആണ്, 2022 വണ്ടിയാണ്. ഏകദേശം നമുക്ക് 1,22,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഏകദേശം നമുക്കൊരു 25,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. വണ്ടി വന്നോ, അതെ, നമുക്ക് വന്ന് വണ്ടി ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുത്താൽ മതി. നമുക്കിവിടെ വണ്ടി നോക്കി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റിയ മെക്കാനിക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ദേ ഇരിക്കുന്ന 220 2023 വണ്ടിയാണ്. 2023 220 ആണ്, ABS ഉള്ളതാണ്, അലോയില് എല്ലാ കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് ഏകദേശം 1,10,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1,10,000 ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 10 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണും കിട്ടും. അപ്പൊ നമുക്ക് ലോണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരാം. പിന്നെ വരുന്നത് 2021 വണ്ടിയാണ്. 2021 ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 90,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2021 വണ്ടി വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 15 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. അടുത്ത് യമഹയുടെ R15 ആണ്. യമഹയുടെ R15 2021 വണ്ടിയാണ്. 2021 ഈ യമഹയുടെ R15 ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ഡൗൺ 20 രൂപയ്ക്ക് നമുക്ക് ഇപ്പൊ ഇറക്കാൻ പറ്റും. വണ്ടിയുടെ വില വരുന്നത് വെറും 90,000 രൂപ മാത്രമാണ് വരുന്നുള്ളൂ. വെറും 90,000 രൂപയ്ക്ക് 2021 മോഡൽ R15 V3 കൊടുക്കാൻ പറ്റും. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഏകദേശം 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അടുത്തതാണെങ്കിൽ 2019 മോഡൽ R15 ആണ്. വണ്ടിയുടെ നമ്പറും R15 തന്നെയാണ്. വണ്ടിയുടെ നമ്പർ അങ്ങനെ ഒരു ഫാൻസി നമ്പറാണ്. അപ്പൊ വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. വണ്ടി നല്ല ചെയിൻ സോക്കറ്റ് കാര്യങ്ങളെല്ലാം പുതിയതാക്കി വെച്ചേക്കുന്ന വണ്ടിയാണ്. 2019 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ലോണിലൂടെ എടുക്കണമെങ്കിൽ ലോണിലൂടെ എടുക്കാം. ഇനി അതെല്ലാം റെഡി ക്യാഷ് എടുക്കണേ റെഡി ക്യാഷ് എടുക്കാം. ഈ വണ്ടിയാണെങ്കിൽ വെറും 80,000 രൂപയ്ക്ക് നമുക്ക് ഈ R15 കൊടുക്കാൻ പറ്റും. 80,000 രൂപയ്ക്ക് R15 V3 കൊടുക്കാൻ പറ്റും. അതേപോലെ 80,000. അതേപോലെ തന്നെ ഇത് 2019 ബുള്ളറ്റ് ആയിരുന്നു, സെയിലായി, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് 2016 ആയിരുന്നു വണ്ടിയുടെ. ഈ വണ്ടിയും സെയിൽ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വണ്ടി സെയിൽ ആയതാണ്, അഡ്വാൻസ് കിട്ടിയതാണ്, അതുകൊണ്ട് വീഡിയോയിൽ പറയുന്നില്ല. ഇതാണെങ്കിൽ 2022 മോഡല് ഹോണ്ടയുടെ ഹൈനസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ABS ആണ്, അലോയ് വീലാണ്, ഡിസ്ക് ബ്രേക്ക് ആണ്, എല്ലാ ഓപ്ഷനുകളും ഉള്ള വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,55,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 1,55 കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 രൂപ 35 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ലോൺ കിട്ടും. 2022 വണ്ടിയാണ്. പുതിയതിന് ഏകദേശം ഒരു 3 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന വണ്ടിയാണ്. ബുള്ളറ്റിന്റെ തന്നെ 350cc തന്നെയാണ്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. മൈലേജ് ഒക്കെ ഏകദേശം ഒരു 45 മുകളിൽ കിട്ടും. 350cc ആണ്. വണ്ടി നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത വണ്ടിയിലോട്ട് പോവാം. അതെ അതെ, നമ്മളിപ്പോ ഓഫീസിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഓഫീസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി നിങ്ങളുടെ ഈ വണ്ടി വാങ്ങുമ്പോൾ നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്നതും, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫൈനോ ചെല്ലാനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഇല്ലായ്ക അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ വണ്ടിയെ സംബന്ധിച്ച് പേപ്പർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്നത് വരെയുള്ള ചെലവാണ്, വിലയാണ് നമ്മളിവിടെ വില പറയുന്നത്. വേറെ അഡീഷണൽ വില കാര്യങ്ങളോ ഒന്നും അഡീഷണൽ വരില്ല. വണ്ടിയുടെ വില പറയുമ്പോൾ നമ്മുടെ ഈ വണ്ടിക്കകത്ത് എല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. നമ്മൾ ലോണായിട്ട് എടുക്കുമ്പോൾ ഒരു കസ്റ്റമർ ലോണായിട്ടാണ് വണ്ടി എടുക്കണമെങ്കിൽ ഈ വണ്ടിയുടെയൊക്കെ പേര് മാറി തരുന്നത് ഫിനാൻസ് കമ്പനിയാണ്. പിന്നെ ലോണായിട്ട് എടുക്കുമ്പോൾ ഫിനാൻസ് കമ്പനിയാണ് പേര് മാറ്റി തരുന്നത്. അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം വന്നേക്കണത്. വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല.
തിരുവനന്തപുരത്തുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്നാൽ എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ലോങ്ങിൽ നിന്നുള്ളവർക്കൊക്കെ ലോങ്ങിൽ നിന്നുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് എടുക്കാൻ പറ്റാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ചില കാസർഗോഡ് ജില്ല, വയനാട് ജില്ലകളിൽ ചില ഫിനാൻസ് കമ്പനിക്കാർ ലോൺ കൊടുക്കുന്നില്ല. നമുക്ക് സ്പോട്ട് ഫിനാൻസ് കിട്ടാനായിട്ട്, നമുക്ക് അന്ന് തന്നെ ഫിനാൻസ് കിട്ടാനായിട്ട് IDFC ബാങ്ക് ആണ് ഫിനാൻസ് ചെയ്യുന്നത്. IDFC ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സിബിൽ സ്കോർ മസ്റ്റാണ്. സിബിൽ സ്കോർ എന്ന് വെച്ചാൽ അവർക്ക് ഏകദേശം ഒരു 730 മുകളിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിലാണ് അവർ സ്പോട്ട് ഫിനാൻസ് കിട്ടുള്ളൂ. ഈ സ്പോട്ട് ഫിനാൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അവരുടെ ബാങ്കിന്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയും പാൻ കാർഡ് അതെല്ലാം വെച്ച് സിബിൽ സ്കോർ ഏകദേശം ഒരു 730 ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു എൻക്വയറി കാര്യങ്ങളൊന്നുമില്ല, അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ വണ്ടിയായിട്ട് പോവാം. ഇനി അതല്ലാത്തവർക്ക് ഇനി പറഞ്ഞ പോലെ തന്നെ 2-3 ദിവസം ഡിലേ വരും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോൺ കിട്ടും. തിരുവനന്തപുരം അല്ല, ഇനി തിരുവനന്തപുരം മുതൽ ഈ പറഞ്ഞ കാസർഗോഡ് വരെ ഉള്ളവർക്ക് ലോൺ കിട്ടും. പക്ഷെ ഒരു കാര്യം, 3 ദിവസം ഡിലേ വരും. 3-4 ദിവസം ഡിലേ വന്നേക്കാം. അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ലോൺ എല്ലാവർക്കും കിട്ടും. അപ്പൊ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. ഒരേ വണ്ടിയുടെയും വില ഞാൻ പറയുന്നുണ്ടാവും. അപ്പൊ ആ വണ്ടിക്ക് ഇത്ര രൂപ അടച്ചാൽ മതി, ഇത്ര രൂപ അടച്ചാൽ മതി എന്ന് പറയുന്നുണ്ടല്ലോ. ചില വണ്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ ഇച്ചിരി പൈസ കൂടുതൽ അടക്കേണ്ടി വരും. ചില വണ്ടികൾക്ക് വില കുറവായിരിക്കും. ഈ ചില വണ്ടിയുടെ വിലയും എടുക്കുന്ന ഈ വന്ന കസ്റ്റമറുടെ ഇതനുസരിച്ച് വ്യത്യാസം വരാം. 2016 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ലോൺ കിട്ടും. പക്ഷെ IDFC ബാങ്ക് കൊടുക്കുന്നത് 2019 ശേഷമുള്ള വണ്ടി. സ്പോട്ട് ഫിനാൻസ് കിട്ടുന്നത് 2019 ശേഷം വരുന്ന വണ്ടികൾക്കാണ് സ്പോട്ട് ഫിനാൻസ് കിട്ടുന്നത്. ഇനി വണ്ടിയുടെ ഡീറ്റെയിൽസിലിട്ട് വരാം. 2022 മോഡല് ജിക്സറാണ്. 2022 മോഡൽ ഈ ജിക്സറിന് നമുക്ക് ഏകദേശം 67,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. ജിക്സർ കിറ്റ് ഇല്ലാത്ത മോഡലാണ്. ഇത് 2024 മോഡലാണ്. നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 90,000 രൂപ 2024 വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 10 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ ജിക്സർ എടുക്കാം. ടയർ പുത്തൻ വണ്ടി, നല്ല വണ്ടിയാണ്. ഇത് 2023 വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 80,000 രൂപയ്ക്ക് നമുക്ക് 2023 ജിക്സർ SF വണ്ടി കൊടുക്കാം. ഇതാണെങ്കിൽ 2024 വണ്ടിയാണ്. ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. 90,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. എവിടുന്നാ വന്നേ? ഞങ്ങൾ കോട്ടയം. കോട്ടയം കുറവലങ്ങാടെന്ന് പറയും. എങ്ങനെയാ അറിഞ്ഞ ഷോപ്പിനെ കുറിച്ച്? ഞങ്ങൾ വീഡിയോ കണ്ടിട്ട്. എന്റെ പേര് ജോയല്. ഇത് ബാബു. അവിടെ എന്താ പരിപാടി കോട്ടയത്ത്? കോട്ടയത്ത് എനിക്ക് കൃഷിയാ. ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നു. വണ്ടി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? വണ്ടി അത് കറക്റ്റ് ആയി. ഇഷ്ടപ്പെട്ടു. നല്ല ഓടിച്ചു നോക്കി. നല്ല സർവീസ്. ഫുൾ പേയ്മെന്റ് അതോ ഫുൾ പേയ്മെന്റ്. വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു. ഒരു പഴയ വണ്ടി, ഒരു പഴയ വണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ ദിവസം വന്നു. എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഈ വണ്ടി എടുത്ത് ഇന്ന് വണ്ടി എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് നിങ്ങളിവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഹാപ്പി അല്ലേ? അച്ഛന് വേണ്ടിട്ട്. ഓക്കെ. അപ്പൊ ശരിക്കും പറയാം ബൈക്കിനേക്കാളും കൂടുതൽ കളക്ഷൻ സ്കൂട്ടറാണ് അല്ലേ? സ്കൂട്ടറാണ് എറണാകുളത്തും. പിന്നെ സാധാരണക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ചെക്കന്മാരും അങ്ങനത്തെ ഇപ്പോഴത്തെ എല്ലാവർക്കും സ്കൂട്ടറാണെങ്കിൽ കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ഈ ടൗണിൽ കൂടെ ഓടിക്കാൻ എപ്പോഴും സ്കൂട്ടറാണല്ലോ ബെറ്റർ. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും സ്കൂട്ടറിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു 75-80 അധികം സ്കൂട്ടറുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടാവും. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വന്ന ഇഷ്ടമുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണ വണ്ടികൾ നോക്കിയിട്ട് നമുക്ക് കുറഞ്ഞതും കൂടിയതും കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടികളും അപ്പൊ നമുക്ക് റേസ് സെറ്റിലേക്ക് വരാം. യമഹയുടെ റേസ് സെറ്റ് ആണ്. 2015 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 24,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. വെറും 24,000 രൂപയ്ക്ക് നമുക്ക്. അല്ല, വണ്ടിയുടെ വില 24,000. അതെ. അടുത്ത് 2023 റേസ് SR ആണ്. ഇതാണെങ്കിലും വണ്ടിയുടെ വില വരുന്നത് ഏകദേശം നമുക്കൊരു 70,000 രൂപയ്ക്ക് കൊടുക്കാം. 2023 വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ള ക്ലീൻ വണ്ടിയാണ് കേട്ടോ. അത് അടുത്ത് 2022 എൻഡോർ കണ്ട് നമുക്കൊരു 66,000 രൂപയ്ക്ക് കൊടുക്കാം. അത് നമുക്കൊരു 10 രൂപ അടച്ചാൽ മതി. അടുത്ത് ഡിയോ ആണ്. ഇനി ഡിയോയുടെ വരുന്നത്. ഡിയോ കുറെ ഡിയോ ഉണ്ട്. അപ്പൊ 2020 ഡിയോ ആണ്. നമുക്കൊരു 60,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി തന്നെയാണ്. ഡിയോക്ക് ഏകദേശം ഒരു 15 രൂപ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 15 വേണ്ടി വരും. എന്നുവെച്ചാൽ എല്ലാ സമയത്തും നേരത്തെ സമയങ്ങളിലൊക്കെ ഫിനാൻസ് കമ്പനി വളരെ ലിബറൽ ആയിരുന്നു. ഇപ്പോൾ വളരെ ടഫായി. ഇപ്പൊ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ കൊടുക്കാനുള്ള സെക്കൻഡ് ഹാൻഡ് ടൂ വീലർ ലോൺ കൊടുക്കാത്തൊരു സിറ്റുവേഷനിലോട്ട് വന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഇനിഷ്യൽ പേയ്മെന്റിന് അതുള്ള വ്യത്യാസം വന്നത്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട്, അതായത് കസ്റ്റമർക്കും ബുദ്ധിമുട്ടായി. അപ്പൊ എന്താണെങ്കിലും ക്ഷമിക്കുക. ഏകദേശം ഒരു ഡിയോയ്ക്കൊക്കെ ഒരു 15 രൂപയെങ്കിലും വേണ്ടി വരും.
അപ്പൊ അടുത്ത് 2022 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഹീറോയുടെ ഹോണ്ടയുടെ ഗ്രാസിയ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം നമുക്കൊരു 54,000 രൂപയ്ക്ക് കൊടുക്കാം. 2020 പുതിയ മോഡൽ ഹോണ്ടയുടെ ഗ്രാസിയാണ്. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. ഇതൊക്കെ മൈലേജ് ഏകദേശം ഒരു 45 മുകളിൽ മൈലേജ് കിട്ടുന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അടുത്ത് 2022 ഡിയോയാണ്, 68,000 രൂപ. ഇത് 2022 തന്നെയാണ്, 68,000 രൂപ. ഇതാകുമ്പോൾ 2023 വണ്ടിയാണ്, 70,000 രൂപ. അതേപോലെ തന്നെ 2018 മോഡൽ ആക്റ്റീവയാണ്. ഏകദേശം ഒരു 44,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ്. അതേപോലെ തന്നെ 2022 മോഡൽ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷൻ ആയിട്ടുള്ള ആക്റ്റീവയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വണ്ടിയുടെ വില വരുന്നത് ഏകദേശം നമുക്കൊരു 65,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇരിക്കണു 2021 മോഡൽ വണ്ടി, 62,000 രൂപ. അതേപോലെ തന്നെ 2019 മോഡൽ കാർബേറ്റർ ടൈപ്പ് ആക്റ്റീവയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം 52,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത് 2018 മോഡൽ വണ്ടി 44,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഫിറ്റിംഗ്സ് കാര്യങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ 2012 മോഡൽ ആക്റ്റീവിയ, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇപ്പൊ ആ വണ്ടി ഡെലിവറി കൊടുത്ത ചേട്ടന്റെ വണ്ടിയാണ്, എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയാണ് ഈ വണ്ടി. ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു 17,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. വണ്ടി നല്ല വണ്ടി തന്നെയാണ്. ഇതാണെങ്കിലും ഇതിപ്പോ ഈ വണ്ടി 2019 വണ്ടിയാണ്. ഏകദേശം 125 ആണ്, ആക്റ്റീവയുടെ 125 ആണ്. നമുക്കൊരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതാണെങ്കിൽ പിന്നെ ജുപ്പിറ്റർ ആണ്. ജുപ്പിറ്റർ 2019 മോഡലാണ്. 2019 അല്ല, 2023 മോഡൽ ജുപ്പിറ്ററിന്റെ ZX എന്ന് പറഞ്ഞ മോഡലാണ്. വണ്ടി നല്ല പക്ക കണ്ടീഷനാണ്. വണ്ടി ഒരു പോറലോ കാര്യങ്ങളോ ഒന്നുമില്ല, പുതുപുത്തം വണ്ടി പോലത്തെ വണ്ടി തന്നെയാണ്. ടയർ കാര്യങ്ങളെല്ലാം നല്ലതാണ്. നമുക്ക് 2023 വണ്ടിയാണ്. നമുക്ക് വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും പിന്നെ ഈ അൻസികയുടെ ബ്ലോഗ് കണ്ടു വരുന്നവർക്ക് എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകളും ചെയ്യും. നിങ്ങൾ പറഞ്ഞാൽ മതി, വരും, ഉറപ്പായിട്ടും പറഞ്ഞാൽ മതി, നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. അടുത്താണെങ്കിൽ 2022 മോഡലാണ്. നമുക്ക് ഏകദേശം ഒരു 63,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 15-6 ഇഞ്ച് വേണ്ടി വരും. ഇത് 2019 മോഡലാണ്. ഏകദേശം നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2019 മോഡലാണ്, 48,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി നല്ല ക്ലീൻ വണ്ടികളാണ് കേട്ടോ. ഏകദേശം ഒക്കെ കഴിഞ്ഞെന്ന് പറയാം. ഇനിയുണ്ട്. ഓക്കെ. അടുത്താണെങ്കിൽ 2017 മോഡല് ഗ്ലാമർ ആണ്. 2017 മോഡൽ ഈ ഗ്ലാമർ നല്ല വണ്ടിയാണ്, ഹീറോയുടെ വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 33,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ഇതൊക്കെ മൈലേജ് ഹീറോയുടെ ഇതുകൊണ്ട് ഇരിക്കുന്ന വണ്ടികളെല്ലാം തന്നെ മൈലേജ് ആണ്. നമുക്ക് ഓരോന്നോരോന്ന് പറഞ്ഞു വരാം. 2000 അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മാഷാഅല്ലാഹ്, ഞാൻ വന്നതും പോലെ കാണുകയാണ്. തിരക്കുണ്ട്, നമുക്ക് എപ്പോഴും ഇവിടെ തിരക്കുണ്ട്. എറണാകുളത്തല്ലേ വേറെ അതർ ജില്ലയാണ്, അതായത് കോട്ടയം, എറണാകുളം അല്ല, ശരിക്കും കോഴിക്കോട് അങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്തും ഉണ്ട്. എറണാകുളത്തുള്ളവരുണ്ട്, എല്ലാ സ്ഥലത്തുള്ള ആളുകൾ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് വണ്ടികളും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ സമയമില്ല, കസ്റ്റമർ ഉണ്ട്. അപ്പൊ ഏകദേശം ഇന്നും നിലയായിട്ട് വിറ്റ വണ്ടികളാണ് ഇരിക്കുന്ന വണ്ടികളെല്ലാം. അത് അങ്ങനെ നിരത്തി വെച്ച് ഇതെല്ലാം സെയിലായ വണ്ടികളാണ്. എല്ലാവർക്കും ഒന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ബ്ലോഗർമാരുടെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടികളെല്ലാം. ബുള്ളറ്റ് 2000 ഇന്ന് വിറ്റതാണ്. 2018 മോഡല്, 2019 മോഡല്, 2000 തണ്ടർബേർഡ്, ഈ വണ്ടികളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം സെയിൽ ആയതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കണേ. അപ്പൊ റേറ്റ് പറയാൻ പാടില്ലല്ലോ. അതെ. അപ്പൊ ഇത് അടുത്തത് നമുക്ക് 2024 മോഡല് CT 110X ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, പുതുപുത്തൻ വണ്ടി. 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 60,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 60 രൂപയ്ക്ക് മൈലേജ്. ഇതിനാകുമ്പോൾ ഏകദേശം 70 കിലോമീറ്റർ മൈലേജ് കിട്ടും. 70 കിലോമീറ്റർ മൈലേജ് കിട്ടും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെലിവറി പർപ്പസിനൊക്കെ നല്ലതാണ്, നല്ല വണ്ടിയാണ്. വീണ്ടും ഇരിക്കുന്നു 2024 തന്നെയാണ്. 2024 125 ആണ്. ഇതും നമുക്ക് ഏകദേശം നമുക്കൊരു 60 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടി തന്നെയാണ്. 10 അടച്ചാൽ മതി. ബൈക്കിന് ഏകദേശം ഒരു 10 ഒക്കെ മതിയാവും ഈ സൈസ് മൈലേജ് വണ്ടികൾക്ക്. പിന്നെ സ്പ്ലെൻഡറിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അടുത്ത് CT 100 ആണ്. 2022 വണ്ടിയാണ്. 2022 വണ്ടി വെറും അൻസിക ബ്ലോഗ് കണ്ടുവരുന്നവർക്ക് വെറും 52,000 രൂപയ്ക്ക് 52,000 രൂപയ്ക്ക് CT 110X 2022 വണ്ടിയാണ്. നല്ല വണ്ടി തന്നെയാണ്. ടയർ കാര്യങ്ങളും വണ്ടി എല്ലാം നല്ലതാണ്. അത് അടുത്ത് ഇനി സ്പ്ലെൻഡർ ആണ്. സ്പ്ലെൻഡർ ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം ഇപ്പൊ നിലവിൽ നമുക്ക് ഇനി എൻ്റെ 5 വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. നല്ല വണ്ടികളാണ്. ഇതാകുമ്പോൾ 2023 വണ്ടിയാണ്. നമുക്ക് ഏകദേശം 66,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം അത് തന്നെ അറിയോ, നമുക്ക് ഈ വണ്ടിക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ഡൗൺ പേയ്മെന്റിനകത്ത് ചില വ്യത്യാസങ്ങൾ വരാം. ഒരു 15 രൂപയെങ്കിലും ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും.
ഇത് 2024 വണ്ടിയാണ്, 73 രൂപയ്ക്ക് കൊടുക്കാം. ഇതും 2024 വണ്ടിയാണ്, 73 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2025 വണ്ടിയാണ്, 5000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം, 78 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. മൈലേജ് 70 മുകളിൽ എന്തായാലും മൈലേജ് കിട്ടും, 70 വരെ. സ്പ്ലെൻഡറിനൊക്കെ 70 കിട്ടണേ. CT 110X അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ 70 മുകളിൽ കിട്ടും. ഇതാണെങ്കിൽ 2024 വണ്ടിയാണ്, 75,000 രൂപയാണ്. 75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടികളാണ്. സ്പ്ലെൻഡർ ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് എടുത്ത് പുത്തൻ ടയറുകളും കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തത് പൾസർ NS 160 ആണ്. NS 160 2017 വണ്ടിയാണ്. നമുക്ക് വെറും 50,000 രൂപയ്ക്ക് നമുക്ക് 2017 ഈ വണ്ടി വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം, കൊണ്ടുപോകാം. അത് അടുത്ത് 2019 ABS ഉള്ള NS 200 ആണ്. ഇതാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം ഒരു 70,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2023 പുതുപുത്തൻ NS 200 ഇരിക്കുന്നുണ്ട്. പിന്നെ പൾസറിന്റെ NS 200 ആണ്, ABS ഉള്ള വണ്ടി. 2023 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 2023 വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 1,10,000 കൊടുക്കാം. ഇത് പിന്നെ ഇത് 2020 ഒരു 20 അടച്ചാൽ മതിയാവും. അടുത്തൊരു NS 125 ബ്ലൂ എഡിഷൻ ആണ്. 2021 NS 125 ആണ്. നമുക്ക് ഏകദേശം ഒരു 58,000 രൂപയ്ക്ക് കൊടുക്കാം, 58 കൊടുക്കാം. അത് അടുത്തത് വരുന്നത് 2017 മോഡല് 2018 ഹോണ്ട യൂണിക്കോൺ ആണ്. വെറും 50,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. നല്ല പക്ക കണ്ടീഷൻ വണ്ടി, 50 രൂപയ്ക്ക് കൊടുക്കാം. മൈലേജ് ഒക്കെ ആണെങ്കിൽ ഏകദേശം യൂണിക്കോൺ ആണ്, ഒരു 50 അടുത്ത് മൈലേജ് കിട്ടും. അത് അടുത്ത് വരുന്നത് ഹോണ്ടയുടെ ഷൈൻ ആണ്. ഹോണ്ട ഷൈൻ 110 എന്ന് പറഞ്ഞ മോഡൽ 110 ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 2019 വണ്ടിയാണ്. നമുക്കൊരു 43,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അടുത്തത് ഹോണ്ട ഷൈൻ SP ആണ്. നല്ല 2023 വണ്ടിയാണ്. നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 10 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ എടുക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വർക്ക്ഷോപ്പും സൗകര്യങ്ങളും 3 മെക്കാനിക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ, വണ്ടി ഇവിടെ വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എല്ലാം പരിഹരിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമുക്ക് വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ്. വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം വന്ന് പരിഹരിക്കുന്നതിന് പൈസ വരും. അപ്പൊ അല്ല എന്തെങ്കിലും നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക, അതാണ് പറയണത്. അപ്പൊ എന്താണെങ്കിലും ഇവിടുത്തെ വണ്ടികൾക്കൊന്നും പ്രശ്നം കാണൂല, കാരണം വർക്ക്ഷോപ്പ് ഉണ്ട്, എന്താണെങ്കിലും നോക്കി എടുക്കാൻ പറ്റും. പിന്നെ വണ്ടിയുടെ കാര്യമാണ്, നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നാൽ, അപ്പൊ ഇഞ്ചിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തെങ്കിലും അതിൻ്റെ ഷെയർ ചെയ്യാം. മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. കൊണ്ടുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി പറയണമെന്നുള്ളൂ. അപ്പൊ എന്താണെങ്കിലും കാര്യങ്ങൾ പോലെ പറയണം. എന്താണെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ വന്നാൽ മതി. നിങ്ങൾക്ക് വണ്ടികൾ വന്ന് നോക്കി കണ്ടിരിക്കാം. നിങ്ങളുടെ പഴയ വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ വണ്ടി വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിൽക്കാം. അങ്ങനെ എക്സ്ചേഞ്ച് അതിന് നിങ്ങളുടെ വണ്ടിയുടെ അതെ, നിങ്ങൾ നിങ്ങളുടെ പഴയ വണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഏതെങ്കിലും വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ വണ്ടി വിൽക്കാനുള്ള സൗകര്യമുണ്ട്. എന്താണെങ്കിലും നമുക്ക് RTOയുടെ ഓഫീസിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളും, RTOയുടെ ഓതറൈസ്ഡ് ഡീലറാണ്. നമുക്ക് ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ പോകാനുള്ള സൗകര്യമുണ്ട്. നമുക്കിപ്പോ ഇവിടെ നിലവിൽ ലോൺ വരുന്നത് IDFC ബാങ്ക്, സുപ്ര ഫിനാൻസ്, അതേപോലെ തന്നെ ടർബോ, മലങ്കര ഫിനാൻസ്, അതേപോലെ തന്നെ പ്രൈഡ്, അങ്ങനെ കുറെ ഫിനാൻസുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഫിനാൻസിൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ ഫിനാൻസ് നമ്മൾ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യും. എല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്തു തരും. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഈ വീഡിയോ, അത് അൻസികയുടെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, കമന്റ് ചോദിക്കുക. അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരും നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും വണ്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ രാവിലെ ഞങ്ങളൊരു 10:30 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് വർക്കിംഗ് ടൈം. ഞായറാഴ്ചകളിൽ അവധിയാണ്. അപ്പോൾ വരുന്നവർക്കെടുത്ത് മുൻകൂട്ടി അറിയാം, ഞായറാഴ്ചകളിൽ അവധിയാണ്. എല്ലാവർക്കും വളരെ നന്ദി. ഞങ്ങളുടെ വീഡിയോ ഇതിനും അൻസികയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അൻസികയുടെ വീഡിയോ കണ്ടിട്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും വരാനുള്ളവർക്കും ഇനി വന്നവർക്കും എല്ലാവർക്കും വളരെ നന്ദി. നമസ്കാരം. ഇതിന്റെ ലൊക്കേഷൻ വന്നേക്കുന്നത് പാലാരിവട്ടത്ത് തന്നെ കലൂർ സ്റ്റേഡിയത്തിന് സമീപം ബൈക്കുമാർട്ട് എന്ന് പറയുന്ന ഷോപ്പാണ്. അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 550 പില്ലർ നമ്പറിന്റെ അടുത്ത് വന്നിട്ട് ജസ്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ തന്നെ ബൈക്കുമാർട്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ച് വന്നാൽ മതി, നമുക്ക് കാണാൻ പറ്റും.